അടുത്ത മത്സരാർത്ഥി ഒരു സോഷ്യൽ മീഡിയയിലൂടെ സമീപകാല സെൻസേഷനായ ഒരു വ്യക്തിത്വമാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. വെൽക്കം രേണു സുധി. പേരിലും രൂപത്തിലും ഞാനൊരു ഫോറിനായി തോന്നുമെങ്കിലും ഞാൻ കറുതിരുന്ന മലയാളിയാണ്. പക്ഷെ കണ്ടാൽ കരിപുരണ്ട മലയാളിയാണെന്ന് തോന്നുന്നു. ഒരൊറ്റ അടി അങ്ങോട്ട് വെച്ചാൽ നിന്റെ 32 പല്ല് താഴെ കിടക്കും. എന്തുന്നാണ് ഇത് നിന്റെ അമ്മൂമ്മയുടെ പിന്നാലെ ഒരോളമായിക്കോട്ടെ എന്ന് കരുതി. അല്ല, സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ നിങ്ങളുടെ ആണല്ലേ? എന്താണ് ഒരു പുച്ഛം? ചെയ്താനാണെങ്കിൽ പിന്നെയും സഹിക്കാം. അയ്യോ, ഇത് പെറ്റതള്ള പോലും സഹിക്കില്ല. ആണ് നീ അപ്പൊ ഒരുപാട് പ്ലാനിങ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അത് അത്ര എളുപ്പമുള്ളൊരു സ്ഥലമല്ല. അങ്ങളുടെ വിഷയങ്ങളിൽ എനിക്കും ലേശം ടേസ്റ്റ് ഉണ്ട്. ഇതുവരെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടായില്ല. ഇപ്പഴാ ജീവിതത്തിൽ ഒരു അർത്ഥമൊക്കെ ഉണ്ടായത്. അറിയാം. ഇത്രയും കാലം ഗൾഫിൽ ജോലി ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു നരി ഞാൻ കണ്ടില്ല. തമാശ പറയല്ല. എന്തായിരിക്കും അതിവിടെ നമ്മുടെ കൂടുതൽ ഒരു തന്ത്രങ്ങൾ മെനയാൻ പോകുന്നത്? നമ്മൾ നമ്മളായിട്ട് തന്നെ നിൽക്കുക, കറക്റ്റ്. അത്രേ ഉള്ളൂ ലാലേട്ടാ. അത് ഭയങ്കരം തന്നെ. നിങ്ങളൊരു സംഭവം കേട്ടോ സാർ. ഇതൊക്കെ നിസ്സാരമല്ലേ? അല്ലാതെ തന്ത്രങ്ങൾ മെനഞ്ഞു നിൽക്കാനോ ഒന്നും കുറച്ച് കഴിയുമ്പോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. വരുമല്ലേ? ഈശ്വരന്മാരെ എന്റെ മാനം കാത്തൊള്ളണേ. അപ്പൊ കാര്യങ്ങളൊക്കെ മംഗളമായി നടക്കട്ടെ.